യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഈ വചനം എന്ന് കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരാശ്വാസവും ബലവും പ്രതീക്ഷയും മാത്രമല്ല, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരു സാക്ഷ്യമാകണം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകണം. ഈ വചനം നിങ്ങളെ പണിതുയർത്തണം. ഈ വചനത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തകളിലും ദൈവികമായ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഞങ്ങളെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇവർ കേൾക്കുന്ന ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ സഹായിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളിന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെടണമേ. ഞങ്ങളുടെ ഓരോ സങ്കടങ്ങൾക്കും അത് പരിഹാരമാകണമേ. കർത്താവേ, നിൻ്റെ വചനത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികൾക്കുള്ള എല്ലാ പരിഹാരവും ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാം. ഈ വചനം 1 സാമുവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച ഒരു സാഹചര്യം എഴുതിയിട്ടുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദാവീദും അനുയായികളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോഴേക്കും അമലേക്യർ നെഗബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിക്ലാഗ് പിടിച്ചടക്കി, അഗ്നിക്കിരയാക്കി, എല്ലാം കത്തിച്ചു കളഞ്ഞു. ശത്രുക്കൾ പിടിച്ചടക്കി, ആ സ്ഥലം പിടിച്ചടക്കി കത്തിച്ചു കളഞ്ഞു. ഭാര്യയും അവരുടെ കുടുംബത്തിലെ എല്ലാ നന്മകളും അവർ പിടിച്ചടക്കി, എല്ലാം തകർത്തു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു പോയി, തീ വച്ച് കത്തിച്ചു കളഞ്ഞു. ഈ സമയത്ത് ആ പ്രതിസന്ധിയിൽ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇനി എങ്ങനാ മുന്നോട്ട് പോകേണ്ടത്? എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ കണക്ക് കൂട്ടിയതെല്ലാം തെറ്റിപ്പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പക്ഷേ നിങ്ങളും പ്രാർത്ഥിക്കുന്ന കാണും. കർത്താവേ, ഞാൻ ഇത്രയും പ്രാവശ്യം പരീക്ഷ എഴുതി, ഇനി എഴുതണോ? ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മടുത്തു, ഇനി പോണോ? ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ഒന്നും കിട്ടിയില്ല. ഇനി ഞാൻ പ്രാർത്ഥിക്കണോ? ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ വീട് പണി പൂർത്തിയാകുന്നില്ല. ഞാനിനി എന്നാ ചെയ്യേണ്ടത്? ഞാനിനി പ്രാർത്ഥിക്കണോ? ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കണോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇനി ഞാൻ മുന്നോട്ട് പോകണോ? ഇനി ഞാൻ പ്രാർത്ഥിക്കണോ? ദാവീദ് അങ്ങനെ ചോദിച്ചു. അതാണ് 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം 30-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദാവീദ് അഹിമലേക്കിൻ്റെ മകനും പുരോഹിതനുമായ അബിയാഥാറിനോട് പറഞ്ഞു, ഏഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അബിയാഥാർ അത് കൊണ്ടുവന്നു. 8-ാമത്തെ വാക്യം. ദാവീദ് ആ പ്രതിസന്ധിയിൽ ആ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളിച്ചെയ്തു, പിന്തുടരുക. തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. അതാരാ പറഞ്ഞത്?
പ്രാർത്ഥനയിൽ എന്നാ ചെയ്യേണ്ടത്? ഇനി ഞാൻ മുന്നോട്ട് പോകണോ? ഇനി ഞാൻ പരിശ്രമിക്കണോ? ഇനി ഞാൻ പഠിക്കണോ? ഇനി ഞാൻ ആ രാജ്യത്ത് പോകണോ? ഞാൻ വീട് വെക്കണോ? ഈ വണ്ടി വിൽക്കണോ? എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമാകുമോ? എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ? ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, ഇനി ഞാൻ പ്രാർത്ഥിക്കണോ? ഇനി ഞാൻ വചനം കേൾക്കണമോ? എന്താ ചെയ്യേണ്ടത്? പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവം നിനക്ക് ഉത്തരം തരും. ദൈവം നിന്നോട് പറയും എന്നാ ചെയ്യണ്ടേന്ന്. ഇനി മുന്നോട്ട് പോകണോ? ദാവീദിനോട് എന്നാ പറഞ്ഞറിയോ? നീ പിന്തുടരണം, നീ നഷ്ടപ്പെട്ടതിനെയൊക്കെ വീണ്ടെടുക്കൂന്നാ പറഞ്ഞത്. എന്നെ വചനത്തിലൂടെ എന്നെ കേൾക്കുന്ന, ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ സാധിക്കും. അത് സന്തോഷമാകാം, സമാധാനമാകാം, സാമ്പത്തികമാകാം, എന്തുമാകട്ടെ, നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ദൈവത്തിന് സാധ്യമാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കണം. പ്രതിസന്ധിയിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചു കിട്ടിയില്ല, ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ശരിയായില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി വചനം കേൾക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദാവീദ് ഇങ്ങനെ ചിന്തിക്കുക, ഞാനിനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ വിജയം ഉണ്ടാകുമായിരുന്നില്ല. പ്രതിസന്ധി ഉണ്ടായിരുന്നു, സകലത നഷ്ടപ്പെട്ടു പോയിരുന്നു. തീ വച്ച് കത്തിച്ചാ കളഞ്ഞത്, സിക്ലാഗ് നശിപ്പിച്ച് കളഞ്ഞു. സകലരും ദാവീദിനെതിരായി. ദാവീദ് അന്നേരം ഏഫാദ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി ഞാൻ മുന്നോട്ട് പോകണോ, പുറകോട്ട് പോകണോ? ഞാൻ മടുത്തു. അപ്പോഴാ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടായത്, പിന്തുടരുക, മുന്നോട്ട് നീ പോവുക, മുന്നോട്ട് നീ പോവുക, നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ട് പോവുക. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുവാന്ന് കൂട്ടിക്കോ, മുന്നോട്ട് പോകാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പ്രാർത്ഥനയിൽ ചില തീരുമാനമെടുക്കും. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ കേൾക്കും. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കും. എവിടെയൊക്കെയോ പുറകോട്ട് പോകാനായിരുന്നു പ്ലാൻ, എവിടെയൊക്കെയോ മനസ്സുമടുത്തിരിക്കുമായിരുന്നു, എവിടെയൊക്കെയോ തളർന്നിരിക്കുമായിരുന്നു. ചിരിക്കാൻ പോലും പറ്റാതെ മനോദുഃഖത്തിലാണ് പലരും. മനസ്സിടിഞ്ഞ നിലയിലാണ്. പുറകോട്ട് മനസ്സ് പോയി തുടങ്ങി, പുറകോട്ട് ചിന്തകൾ പോയി തുടങ്ങി, പുറകോട്ട് മനസ്സ് മാറി തുടങ്ങി. പാടില്ല, മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ സ്വരം നിൻ്റെ ചെവികളിൽ, നിൻ്റെ ഭവനത്തിൽ മുഴങ്ങുന്നു. നെഗറ്റീവായത് ചിന്തിക്കരുത്, ഡെസ്പാകുന്നത് ചിന്തിക്കരുത്, ഡിപ്രഷൻ ആകുന്നത് ചിന്തിക്കരുത്. മുന്നോട്ട് പോവുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് മാത്രമല്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, ഞാൻ കേട്ട ഒരു വചനം എനിക്ക് പ്രയോജനപ്പെട്ടു, എനിക്ക് അനുഗ്രഹമായി എന്ന് എനിക്കറിയാം. ഞാനത് ആർക്കും കൊടുക്കാതിരിക്കുന്നത് ഗൗരവമായ തെറ്റാണ്. കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, എനിക്കത് ആശ്വാസമായെങ്കിൽ, എനിക്കത് പ്രതീക്ഷയായെങ്കിൽ, എന്നിലൂടെ അത് ആരുടെയൊക്കെയോ ജീവിതത്തിന് ബലമായും പ്രതീക്ഷയായും മാറും. അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷമാണ്. എന്നിലൂടെ അനേകർ ഈ വചനം കേൾക്കണം. അത് നമ്മുടെ കടമയാണ്. നമ്മളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലൂടെ നമ്മളറിഞ്ഞ ദൈവത്തെ അറിയണം, നമ്മളറിഞ്ഞ വചനം അറിയണം. അതിലൂടെ ഒരു തലമുറ ഒരു മനസ്സോടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എഴുന്നേറ്റ് വരണം. ദൈവം അതിനുള്ള കൃപ ഈ കാലഘട്ടത്തിൽ ഒരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്നത്. ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹമാക്കുന്നുണ്ട്. നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. 31 ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമല്ലോ. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദാവീദ് സകലതും നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിനോട് ആരാഞ്ഞു, എന്നതാ ഞാൻ ചെയ്യണ്ടേ? പോകുന്നത് പോലെ പോകാനോ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിക്കാനോ അല്ല ഇത് കേൾക്കുന്നത്. ഈ പ്രതിസന്ധി പ്രാർത്ഥിക്ക്. ദൈവം നിന്നോട് പറയുന്നത് ഏറ്റവും അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും
നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു പിടിച്ചെടുക്കാൻ പറ്റുമെന്നും സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞൊരു ദിവസമാണിന്ന്. നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും നല്ല കാലവും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒത്തിരി പ്രയോജനമുള്ളതാണ്. ഇതെല്ലാവർക്കും അനുഗ്രഹമാകും. നിങ്ങൾ പല ആളുകളിലേക്കും, അനേകരിലേക്ക് ഈ വചനം എത്തിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവരും കാരണമാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം അതിനുള്ള നല്ലൊരു ഭാഗ്യവും അവസരവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.